എന്താ ഇവിടെ പണി? എന്താ ഇവിടെ പണി? സൂപ്പറാ, അടിപൊളിയാ. എന്താ മുത്തേ പണി? ഞങ്ങൾ ഇവിടെ എന്താ മുത്തേ നമുക്ക് പണി? ആവട്ടെ, സൂപ്പറാ. പണ്ട് ഒരു മോഡൽ എന്താണ് സ്പൈക്കോ എന്തോ ഒരു മോഡലാക്കി കൊടുത്ത് ഞാൻ മുടി ഞാൻ പൊന്തിച്ച് വെച്ചാണ്ട്. ആ ഇങ്ങനെ ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നോ? ഞാൻ ഒരു സാധനം കൊണ്ടാ പറഞ്ഞു കഴിഞ്ഞു. കല്ല്. കല്ലോ? ആൾക്കാർ കല്ല് വേറെ തിരിച്ചു. ആലങ്കല്ലേ? എന്താ കാര്യം? എന്തെങ്കിലും കൊണ്ടുവന്നിക്കണോ? ആലങ്കല്ല് എന്തിനൊക്കെ പറ്റും? ഇത് ആദ്യം എനിക്ക് എന്താ പറഞ്ഞപ്പോ സംഭവം മനസ്സിലായിട്ടില്ലേ? ആലങ്കല്ല് എന്ന് പറഞ്ഞാല് ഞങ്ങൾ ഈ സാധാരണ ബാർബർ ഷോപ്പിലൊക്കെ ഉണ്ടായില്ലേ, അതേമാതിരി നമ്മൾ ഷേവ് ചെയ്ത ആൾക്ക് ഇങ്ങനെ വരുന്ന കല്ലില്ലേ, പണ്ട കല്ലിനെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട് ഇപ്പോഴും. ഷോപ്പിലുണ്ട്, എനിക്കറിയാം, ഞാൻ കാണില്ല, വളരെ ചുരുക്കാണ്. അങ്ങനെ യൂസ് ചെയ്യൂത്. പഴയ 1-2 ഷോപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അങ്ങനൊന്നുമില്ല. ഇപ്പൊ വേറെന്തോ ഒരു സാധനം അടിക്കല അങ്ങനത്തെ അതാണ് ആലങ്കല്ല് എന്ന് പറഞ്ഞത്. അവിടെ എനിക്കെന്താ ഉപയോഗം? എന്തെല്ലാം എന്തിനെല്ലാം പറ്റുമോ? അത് നിങ്ങൾക്ക് അത്ര ഇതൊന്നും അറിയില്ലേ? ഞാൻ വലിയ ഫാർമസിസ്റ്റ് ഒക്കെ ആണല്ലോ. ഫാർമസിസ്റ്റ് ആലങ്കല്ലാണല്ലോ വെക്കണ അവിടെ. മുത്തേ ഇതേതാ ഞാൻ ആലങ്കല്ല് എടുത്ത് വെക്കട്ടെ കേട്ടോ. അവിടെ കല്ല് എടുക്കാൻ പോയിട്ടൂടെ? എന്റെ പഠിച്ച റബ്ബുലാലമീനായ തമ്പുരാൻ, എന്തിനായിക്ക് എത്ര വലിയത്? ആലങ്കല്ല് പറയുമ്പോ എനിക്ക് അലക്കാനാ വിചാരിച്ചോ? കിണറ്റിലിടുവോ? ഇത് വെള്ളം ശുദ്ധിയാക്കാട്ടുമല്ലോ സംഭവം. ഞാൻ ആലങ്കല്ല് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു. അത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചപ്പോ എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ വീട്ടിലാണ് ഇറങ്ങി. അപ്പൊ വീട്ടിക്ക് സ്വാഭാവികമായിട്ടും ഷേവ് ചെയ്യാനാണോ ചോദിച്ചത്. അല്ല, ഷേവ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കലില്ല, എന്റെ പി ഉപയോഗിക്കലില്ല. അപ്പൊ എന്തിനാ വന്നാൽ പിന്നെ വെള്ളത്തിലിടാനാവും. വെള്ളത്തിൽ എത്ര വേണ്ടി ഒരു മോനേന്ന് പറഞ്ഞു. എനിക്ക് ഇത്ര വലിപ്പമുള്ളതാണ് കേട്ടോ. ചെറിയ റേറ്റ് ഉള്ളൂ. ചെറിയ റേറ്റ് ഉള്ളൂ. എനിക്ക് ചെറിയൊരു പീസ് മതി. 1 kg 100 rupees മാത്രം. എന്നാലും എനിക്ക് ചെറിയൊരു പീസ് മതി. ഒരു 10 നിങ്ങൾ ഇതിന്റെ തലയിൽ കിടാൻ കൊടുത്താ എനിക്ക് തോന്നുന്നു നിങ്ങൾ അതിന് കൊണ്ടുവന്നതാണോ അത്. വെയിറ്റ് ഉണ്ടോ? നോട്ടെ, വെയിറ്റ് നോക്കട്ടെ, കുടിച്ചോട്ടെ. ഇത് ടേസ്റ്റ് ഉണ്ടോ? ഒരു ഉപ്പ് രുചിയോ എത്തൊക്കെ ഒരു രുചി. ഞാനെന്തിനാ കൊണ്ടെന്ന് വെച്ചാലേ, എനിക്ക് ഇത്ര വലിപ്പമുള്ള കല്ലൊന്നും വേണ്ടില്ല. എനിക്കൊരു 10 രൂപന്റെ ചെറിയൊരു കഷ്ണം, ഇതിന്റെ പകുതി മതി എനിക്ക്. ഇത് എന്തെല്ലാം കാര്യം യൂസ് ചെയ്ത് വലിയ നല്ലൊരു ഔഷധമാണെന്ന് പറയുന്നത്. അതായത് നമ്മുടെ മുഖത്തെ കറുത്ത പാടുകൾക്ക് പോകാൻ യൂസ് ചെയ്യും. അതായത് മുഖത്തെ കറുത്ത പാട് നമ്മള് റോസ് വാട്ടർ ഇല്ലേ, റോസ് വാട്ടർ നമ്മൾ പലതിനും യൂസ് ചെയ്യണല്ലേ. അപ്പൊ റോസ് വാട്ടറിൽ ഇതിന്റെ പൊടി മിക്സ് ചെയ്താണ്ട് ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലെ റോസ് വാട്ടറിൽ 10-15 മിനിറ്റ് ഇത് നല്ല പേസ്റ്റ് ആയിട്ട് 15 മിനിറ്റ് മുഖത്ത് യൂസ് ചെയ്യാം. റോസ് വാട്ടറിലും വെള്ളത്തിലും ആക്കണം. വെള്ളം വേണ്ട, റോസ് വാട്ടറിന് ഞാൻ ഉദ്ദേശിച്ചത്. റോസ് വാട്ടറിൽ ഈ പൊടി മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മുടെ മുഖത്ത് പേസ്റ്റ് രൂപത്തിലിട്ടാണ്ട്. എത്ര റോസ് വാട്ടറില് നമ്മൾക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ട അതിനനുസരിച്ച് റോസ് വാട്ടർ അതിനനുസരിച്ച് പൊടി എടുക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് അപ്പൊ ഒരു 5 ടീസ്പൂൺ റോസ് വാട്ടർ എടുക്കുകയാണെങ്കിൽ എത്ര ടീസ്പൂൺ വേണ്ടി വരും ഇതിന്റെ പൊടി? അത് കട്ടിയാണ് വരെ എടുത്തോളി. അതായത് ഒരു പേസ്റ്റ് രൂപത്തിലാവാം. നല്ലൊരു പേസ്റ്റ് രൂപത്തിലാവും മിക്സ് ചെയ്യുമ്പോൾ. കല്ലായോണ്ട് പേസ്റ്റ് രൂപത്തിലാവും. പക്ഷെ ഇത് പേസ്റ്റ് രൂപത്തിലാവൂലല്ലോ, ഇത് തരിയല്ലേ? ആവോ? അങ്ങോട്ട് ഇത് കാര്യം ഇത് തരിയാണെങ്കിലും ഇത് അലിയും വെള്ളത്തിൽ. അലിയുന്ന സാധനമാണ്. നല്ലോ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പേസ്റ്റ് രൂപത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ കട്ടി രൂപത്തിലോ മുഖത്ത് തേക്കാൻ പറ്റുന്ന ഒഴിച്ചിറങ്ങി തേക്കാൻ പറ്റുന്ന രീതിയിലാക്കുക. ഒരു മാസ്ക് രൂപത്തിൽ മുഖത്ത് യൂസ് ചെയ്യാം. ഇത് ക്രീമി കൺസിസ്റ്റൻസി ഒന്നും ആവില്ല മിക്സ് ചെയ്യുമ്പോൾ. എന്നിട്ടൊരു പേര് നമുക്ക് മുഖത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് മുഖത്ത് ഒരു മാസ്ക് പോലെ യൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ പോകാൻ വേണ്ടിട്ട് നല്ല ഹെൽപ്പ് ചെയ്യും. ബെസ്റ്റ് ഒരു സാധനം ഇത്. അതേപോലെ ഇതിനോട് ഒരു അടിപൊളി ടോണർ തല വെച്ചിട്ട് പറയും. അതുപോലെ ഇതൊരു അടിപൊളി ടോണർ ഉണ്ടാക്കാം. അതായത് അപ്പൊ നമ്മള് എത്ര കാലം പരിസ്ഥിതി കാണുന്ന വൈറ്റമിൻ സി എന്നൊക്കെ പറഞ്ഞ വൈറ്റമിൻ ഇ ടോണറുകൾ പലതും കണ്ട്. പക്ഷെ ഇതുകൊണ്ട് ഒരു അടി, അതായത് ഒരു കെമിക്കൽ യൂസ് ചെയ്യാതെ നമ്മുടെ മുഖത്തിന് നല്ല യൂസ്ഫുൾ ആണ്. നല്ലൊരു അടി ഏത് സ്കിൻ ടൈപ്പിനും, അതായത് പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ടൈപ്പിന് ഒരു അടിപൊളി ടോണർ ഉണ്ടാക്കാം. അതായത് ഇപ്പൊ ഒരു 1/2 കപ്പ് വെള്ളം എടുക്കാം. ഞാൻ വിചാരിച്ച ഇൻഗ്രീഡിയന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ ഒന്ന് വിചാരിച്ചു ഈ പറയാൻ പോണേല് മിക്കവാറും അതായത് നമ്മുടെ ഷോപ്പിലൊക്കെ അധികം ഇങ്ങനത്തെ സംഭവത്തിന് അധികം ആളുകളും കൊണ്ടുവന്നൊരു സാധനം മിക്കവാറും ഇതിലുണ്ടാവും ഈ പറഞ്ഞേല്. നോക്കി
അരക്കപ്പ് വെള്ളം ഞാൻ ആദ്യം പറയട്ടെ എന്താ സാധനം മുൾട്ടാനി മിട്ടി. ഇല്ല, ഇത് ടോണറാണ്. അതായത് സ്പ്രേ പോലെ യൂസ് ഓക്കെ ഇത് ടോണറാണ്. അത് അരക്കപ്പ് വെള്ളം എടുക്കാം. എന്നിട്ട് അതിക്ക് ഒരു പിടി തുളസിന്റെ ഇല, പിന്നെ ഇത് പൊടിച്ചുകാണ്ട് ഒരു അരക്കപ്പ് വെള്ളത്തേക്ക് ഒരു 3/4 ടീസ്പൂണ് ഈ ഇതിന്റെ പൊടി ഇട്ടിട്ട് നല്ലോണം തിളപ്പിക്കാം. അതായത് ഇതിന്റെ പൊടി അലിയുന്നത് വരെ തിളപ്പിക്കാം. തിളപ്പിച്ചതിന് ശേഷം ചൂടാറാൻ വെക്കുക. എന്നിട്ട് ചൂടായിട്ട് നമ്മളെ സ്പ്രേ ഒക്കെ അടിക്കാൻ പറ്റുന്ന സ്പ്രേ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ബോട്ടിലാക്കി വെള്ളം ഡൈക്ക് ഒരു 3-4 തുള്ളി ഗ്ലിസറിൻ ഇട്ടിക്കുക. എന്നിട്ട് നല്ലോണം ഷേക്ക് ചെയ്ത് നല്ല മിക്സ് ആവും. എന്നിട്ട് ഒരു ദിവസം അത് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ മുഖത്ത് ഒരു ദിവസം അത് 2 പ്രാവശ്യമെങ്കിലും 2 പ്രാവശ്യം നമ്മൾ മുഖത്ത് യൂസ് ചെയ്യാം. അപ്പോൾ അടിപൊളി ടോണറാണ്. വേറെ ലെവല് ടോണറാണത്. ഞാൻ കല്യാണത്തിന് മുമ്പ് കുറച്ചൊക്കെ ഞാൻ യൂസ് ചെയ്തു. ഞാൻ എന്റെ പറച്ചിൽ ആസ്വദിക്കുകയാണ്. ഈ പറഞ്ഞതൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പിന്നെ പറഞ്ഞതാ മതി. നല്ല അടിപൊളി ടോണറാണ്. അതായത് നമ്മുടെ മുഖത്തിന്റെ ഓയിലി സ്കിൻ ആണെങ്കിൽ ഓയിൽ റെസിഡ്യൂസിനൊക്കെ കുറക്കാൻ വേണ്ടിട്ടൊക്കെ അതിനൊക്കെ യൂസ് ചെയ്യാം. ഇത്രയുള്ളൂ. അതേപോലെ മുഖക്കുരുവിന് പറ്റും, മുഖക്കുരുവിന്റെ പാടുകൾക്ക് പറ്റും. അതായത് ഈ ഇതിന്റെ പൊടിയും ആലങ്കലിന്റെ പൊടിയും മുൾത്താനി മിട്ടിയും പിന്നെ പാലും കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് മുഖത്ത് പേസ്റ്റ് രൂപത്തിൽ ഇതൊക്കെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയാം. മോക്കുരുവിനും മുഖത്തെ പാടുകളും. അപ്പൊ ഇത്രയും വലിയ പ്രധാനപ്പെട്ട എല്ലാവർക്കും യൂസ്ഫുൾ ആണ് ഈ സംഭവം. എന്താണ്? അതായത് ഇപ്പൊ നമ്മളെ അൺറാംസ് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് വേർക്കുന്ന സ്ഥലങ്ങളല്ലേ, അവിടെയൊക്കെ വേർക്കാൻ നമുക്ക് നല്ല ബാഡ് സ്മെല്ല് ഉണ്ട്. അപ്പൊ ആ ബാഡ് സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം അത് ബാഡ് സ്മെല്ല് വരുമ്പോൾ അത് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് അവിടെ നല്ല റബ്ബ് ചെയ്യാം, നല്ല ഒരച്ച. അപ്പോൾ പിന്നെ നമുക്ക് ആ ബാഡ് സ്മെല്ല് വരില്ല അന്നത്തെ ദിവസം അത് വരച്ചാൽ. നമ്മളെ ഫ്രാഗ്രൻസിനേക്കാൾ മറ്റേ അത്ര ഇതൊക്കെ പൂശുമ്പോ എന്താ അതിന്റെ സ്മെല്ല് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പക്ഷെ ഇത് അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ഇത്ര വലുത് വേണ്ടില്ലായിരുന്നു, അറിയില്ല ബാക്കി. ഇത്രയും ഹെൽപ്ഫുൾ ആണ്. ഇനിയുണ്ട്, കാരണം അത്ര വലിയ നല്ല ഔഷധമാണെന്നാണ് പറയുന്നത്. ഈ മറ്റേ ഫേസ് പാക്ക് അല്ലേ പറഞ്ഞ നേരത്തെ, എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കേണ്ട ഒരു വീഡിയോയിൽ കാണിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാം. ഓക്കെ. ഇത്രയും വലിയൊരു കല്ല് കൊടുക്കുന്ന സ്ഥിതിക്ക് ഏത് ഫേസ് പാക്കും വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു കൊടുക്കാം. തീർക്കണ്ടേ? അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്രയുമാണ് നമുക്കുള്ള ലക്ഷ്യം. ഇത്രയും വലിയ ഗുണങ്ങൾ കണ്ടുകൊണ്ടുണ്ടോ ഇതൊക്കെ നമുക്ക് ഐശ്വര്യത മനസ്സിലാക്കാൻ കഴിയും. ഗൈസ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം. യെസ്, ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാന്നല്ല, ഇനി നമ്മുടെ വേറെ എന്തൊക്കെയോ വീഡിയോ വരാണ്ട്. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തു. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. അതൊക്കെ അല്ലേ? നീ ഇപ്പോൾ പറഞ്ഞില്ല എന്തെങ്കിലും പൊട്ടത്തരം ഉണ്ടെങ്കിൽ അത് കമന്റിൽ കൂടി അറിയിക്കും ചെയ്യാം. പൊട്ടത്തരൊന്നുമല്ല, നല്ല അടിപൊളി സാധനം. ബൈ.